Welcome back to Hello Bahrain. ഇന്ന് ഞാൻ നിൽക്കുന്നത് ഓറിയൻസ് അക്കാഡമി ഓഫ് ആർട്സ് അവരുടെ ന്യൂ ബ്രാഞ്ച് അതിലാണ്. ഇന്നത്തെ ഗസ്റ്റ് ആരാണ്? എനി ഗസ്? യെസ്, കറക്റ്റ്. He is the founder, upcoming entrepreneur, a well-known dancer and a choreographer, and also a master for the Orient's Academy of Art, Mr. Munir. How he started his career, what are the difficulties he has overcome, and what are the achievements he has made. Come on, let's go to the show and talk to him directly. Hello viewers, so നമ്മളുടെ കൂടെ Mr. Munir sir ഇന്ന് ഷോയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. So let's welcome him to the show. Mr. Munir sir, welcome sir. Thank you so much. നമസ്കാരം sir. സർ, നിങ്ങൾ ഈ ഡാൻസ് ജേർണി എങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എടുത്തത്? അത് പ്രൊഫഷണൽ ആയിട്ട് ആ സ്റ്റെപ്പ് വന്നത് എങ്ങനെയാണ്? ആ ജേർണി ഒന്ന് പറയാമോ സർ? ഞാൻ ആദ്യമായിട്ട് ഡാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് ഫസ്റ്റ് ഗ്രേഡിൽ പഠിക്കുന്ന സമയത്തായിരുന്നു. ഗ്രേഡ് 1 ഡാൻസ് അന്ന് നമ്മൾക്ക് ഇന്നത്തെ പോലെ ഒരുപാട് ഓപ്ഷൻസ് ഇല്ല ഡാൻസ് കണ്ടു പഠിക്കാനും. ആകെ നമ്മൾ ടി വിയിൽ സാറ്റർഡേ മാത്രം ഒരു മൂവീസ് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ചിത്രഗീതം പോലത്തെ പ്രോഗ്രാംസിൽ വന്നിട്ട് കാണുന്ന വീഡിയോസ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് അന്നൊന്നും പഠിപ്പിക്കാനും അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മളത് കണ്ട് നമുക്ക് എന്തെങ്കിലും പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ സ്വയം സ്റ്റെപ്സ് ഇട്ട് അങ്ങനെ ആദ്യമായിട്ടൊരു പ്രോഗ്രാം വന്നപ്പോൾ ഞാൻ കളിച്ചു. അവിടെ ഒരു നാട്ടിലൊരു ശിവരാത്രിയുടെ പ്രോഗ്രാമിന് അവിടെ കളിച്ചപ്പം അത് നന്നായിട്ട് ആളുകൾ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്തു. കാരണം ആ ഒരു കോമ്പറ്റീഷൻ 2 ദിവസത്തെ കോമ്പറ്റീഷനായിരുന്നു. അതിൽ ഞാൻ സ്വന്തം ചെയ്തതാണ് കൊറിയോഗ്രാഫി എന്ന് പറയാൻ പറ്റത്തില്ല, അന്ന് നമ്മൾ നോക്കി പഠിക്കുന്ന. അപ്പോൾ അതിൽ എനിക്ക് ഫസ്റ്റ് പ്ലേസ് കിട്ടി. അതിനുശേഷം പിന്നെ ഒരു പ്രോഗ്രാംസ് എല്ലാം വരുമ്പോഴേക്ക് ആളുകൾ സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി, അവൻ്റെ ഒരു ഡാൻസ് വെക്കാം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്കിതൊരു കുറച്ചുകൂടെ ഡാൻസിനകത്ത് കുറച്ചുകൂടെ എൻകറേജ്മെന്റ് ആയി. പിന്നെ ഇത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നത് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആവുന്ന സമയമായിരുന്നു. ഡിഗ്രി 2008 അങ്ങനെയായിരുന്നു. അപ്പോൾ അന്ന് തൊട്ടാണ് ഞാൻ പ്രൊഫഷണലായിട്ട് നമ്മുടെ കോർപ്പറേറ്റ് ഇവൻറ്റ്സ്, വെഡിങ് ഷോസ്, അങ്ങനത്തെ പ്രോഗ്രാംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് അതായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 2008 ഞാൻ ഒരു TV റിയാലിറ്റി ഷോ ചെയ്തിരുന്നു കൈരളി ചാനലിൽ. അതിൽ നമ്മുടെ തമിഴ് ഫിലിം കൊറിയോഗ്രാഫർ സുജാത മാസ്റ്റർ വന്നിരുന്നു. അപ്പോൾ അവർ ഡാൻസ് കണ്ടപ്പോൾ അവർ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവരെന്നെ ദി ഷോ എന്ന് പറഞ്ഞൊരു തെലുഗു റിയാലിറ്റി ഷോ സജസ്റ്റ് ചെയ്തു അവർ. അങ്ങനെ അവരാണ് എന്നെ ഇവിടുന്ന് നേരെ ചെന്നൈയിൽ കൊണ്ടുപോയി. അവിടുന്ന് എനിക്ക് ഈ ദി ഷോയിൽ പെർഫോം ചെയ്യാനുള്ള ചാൻസ് കിട്ടി. അങ്ങനെ ഒരുപാട് ഡാൻസ്, ബേസിക്കലി ഡാൻസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് ചെന്നൈയിൽ വെച്ചിട്ടാണ്. കൂടുതലായിട്ട് എനിക്ക് ഡാൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയതും അതിനെല്ലാം മെയിനായിട്ട് എനിക്ക് അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി തന്നത് സുജാത മാസ്റ്റർ, ഫിലിം കൊറിയോഗ്രാഫർ. നിറയെ മൂവീസ് ചെയ്തിട്ടുണ്ട് സുജാത മാസ്റ്റർ. 2020 മലയാളം നിറയെ മൂവീസ് ഉണ്ട്, തമിഴിൽ നിറയെ മൂവീസ് ഉണ്ട്. ഈസൽ മൂവിയിലെല്ലാം ഡാൻസ് ചെയ്തിട്ടുണ്ട് മാസ്റ്റർ. അപ്പം നിറയെ ഓപ്പർച്യൂണിറ്റി തന്നത് സുജാത മാസ്റ്റർ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് ഞാൻ ഒരുപാട് വർഷം, ഇപ്പം സ്റ്റിൽ 2025 ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാം ആ മാസ്റ്റർ എനിക്ക് തന്ന ഒരു സപ്പോർട്ടും അവരുടെ എൻകറേജ്മെന്റ് ആയിരുന്നു, മോട്ടിവേഷൻ. സീരിയസ്ലി ഷീസ് ലൈക്ക് മൈ മം ആക്ച്വലി. സർ പറഞ്ഞ് നിങ്ങൾ സുജാത മാസ്റ്ററുടെ അടുത്തൊക്കെ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടി. സോ ആ ഗ്രേഡ് 1 നിങ്ങൾ ഒരു TV ഷോയിൽ കണ്ടിട്ടാണ് നിങ്ങളുടെ ജേർണി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഒരു ഏജ് ശേഷം നിങ്ങൾക്ക് ഒരു മെച്യൂരിറ്റി ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആ സമയത്തിൽ ഇവരാണ് എൻ്റെ ഇൻസ്പിറേഷൻ, ഇവരെ കണ്ടിട്ട് നമുക്ക് ഇത് കരിയർ ആയിട്ട് എടുക്കണം, അങ്ങനെ തന്നെ ഒരു സ്ട്രോങ് ആയിട്ട് ഒരു ഇൻസ്പിറേഷൻ. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 99% ഇന്ത്യൻ ഡാൻസേഴ്സിന്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് പ്രഭുദേവ മാസ്റ്റർ. കാരണം തീർച്ചയായിട്ടും ആ ഒരു ടൈമിലെല്ലാം ആ രീതിയിലുള്ള സ്റ്റെപ്സും നമുക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. അത്രയും ടെക്നിക്കൽ സൈഡും ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ ആ പ്രഭുദേവ മാസ്റ്ററിന്റെ വീഡിയോസ് കണ്ടപ്പോഴാണ് ശരിക്കും പ്രോപ്പറായിട്ട് ഈവൻ മലയാളം ഇൻഡസ്ട്രിയിൽ ഡാൻസേഴ്സ് അങ്ങനെ കുറവായിരുന്നു, 1-2 ഡാൻസ്. പക്ഷെ പ്രഭുദേവ ജെന്റിൽമാൻ സോങ് എല്ലാം റിലീസ് ആയ ശേഷം അങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ ഡാൻസ് ഇത്രത്തോളം. പിന്നെ ഞാനെപ്പോഴും നമ്മുടെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി പ്രഭുദേവ മാസ്റ്റർ ഡാൻസ് കണ്ടിട്ടാണ് നമ്മൾ ഈ ഡാൻസിലോട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് ആയതും എല്ലാം നമുക്ക് പ്രഭുദേവ മാസ്റ്റർ ഡാൻസ്. പിന്നെ പണ്ട് കാലത്തിലൊക്കെ ഈ ഡാൻസിന് പറയുമ്പോൾ കുറേ പാരൻസ് ഒപ്പോസ് ചെയ്യും, ഇത് പ്രൊഫഷണലായിട്ട് എടുക്കണ്ട. അപ്പൊ അങ്ങനത്തെ ഉള്ള ചാലഞ്ചസ് നിങ്ങൾ? തീർച്ചയായിട്ടും ഞാനെല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതേ ഇഷ്യൂസ് ആയിരുന്നു. കാരണം ഒരു 2008 വരെയൊക്കെ എനിക്ക് വീട്ടിലൊന്ന് പാട്ട് വെക്കുന്നതെല്ലാം ബുദ്ധിമുട്ടായിരുന്നു. വീട്ടിൽ പാട്ട് വെക്കാൻ സമ്മതിക്കത്തില്ല. പാട്ട് വെച്ച് കഴിഞ്ഞാൽ ചീത്ത കേൾക്കും. നമ്മളൊരു മുസ്ലിം ഫാമിലിയാണ്, എന്നാലും കുറച്ചുകൂടെ നമുക്കൊരു സ്ട്രിക്റ്റ് ആയിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന്. കാരണം ഇതൊരു ജോലിയാക്കി ഏറ്റെടുക്കാൻ അത് തീരെ സമ്മതിച്ചിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ പാരൻസ് എല്ലാം എഗെയിൻസ്റ്റ് ആയിരുന്നു ഇതിന്. പിന്നീട് റിയാലിറ്റി ഷോസിലെല്ലാം വന്ന് TV-യിലെല്ലാം നമ്മളെ കാണാൻ തുടങ്ങിയ ശേഷം കുറച്ച് അവർക്ക് മനസ്സ് മാറി. അതാ TV ഷോസ് എല്ലാം ചെയ്യുമ്പോഴാണ്
ഈ 1-2 സ്ഥലത്ത് എൻ്റെ ഉപ്പയൊക്കെ എനിക്ക് റെസ്റ്റ് ഇൻ പീസ്. പ്രൗഡ് മൊമെന്റ്സ് ഒക്കെ കിട്ടിയ കാരണം ഉപ്പയ്ക്കെല്ലാം വന്നിട്ട് ആള് ഇപ്പോൾ പുറത്തെല്ലാം പോകുമ്പോൾ നിങ്ങളുടെ മോൻ്റെ ഷോ കണ്ടല്ലോ, ടി വിയിലുണ്ടായിരുന്നല്ലോ ഇന്നലെ, അങ്ങനെയൊക്കെ വന്ന ശേഷമാണ് പിന്നെ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയി തുടങ്ങി. പാരന്റ്സും ഹാപ്പി. കാരണം നമുക്ക് ഷൂട്ടിന് പോകേണ്ടി, വീട്ടിൽ നിന്ന് പുറത്ത് പോകാൻ 3-4 ദിവസം ഷൂട്ടിങ്ങിന് പുറത്ത് പോകേണ്ടി വരും. ഇപ്പം മൂവീസിൻ്റെ പ്രോജക്റ്റ് ആണെങ്കിലും റിയാലിറ്റി ഷോസ് ആണെങ്കിലും 1 വീക്ക് നമ്മൾ പോയി പ്രാക്ടീസ് ഉണ്ടാവും, അവിടെ 3 ദിവസത്തെ ഷൂട്ട് ഉണ്ടാവും, വീട്ടിൽ നിന്ന് ഇറങ്ങാനും സമ്മതിക്കില്ലായിരുന്നു. അപ്പം പിന്നെ ഫ്ലെക്സിബിൾ പിന്നെ അത് ആളുകളെല്ലാം വന്ന് പറഞ്ഞു തുടങ്ങി, ഫാമിലീസിലെല്ലാം നമ്മൾ റെസ്പെക്ട് അല്ലാണ്ട് കൂടിയ ഉപ്പ സമ്മതിച്ചു. സാർക്കും കുറെ ഫാൻസ് കിട്ടിയപ്പോൾ പാരന്റ്സ് എല്ലാവരും ഫ്ലെക്സിബിൾ, ഹാപ്പി ആയി. പ്രൗഡ് മൊമെന്റ്സ് ആയി. നാട്ടിൽ കുറേ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ മുൻപ് മെൻഷൻ ചെയ്ത്. അപ്പോൾ അത് എങ്ങനെയുള്ള സെലിബ്രിറ്റീസ് ഒക്കെയാണ് വർക്ക് ചെയ്തിട്ടുണ്ട്? നാട്ടിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന റിയാലിറ്റി ഷോ കൈരളി ചാനലിലായിരുന്നു. സ്റ്റാർ വാർസ് എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷൻ, അത് കോളേജ് ബേസ്ഡ് കോമ്പറ്റീഷൻ ആയിരുന്നു. അതിൽ ആണ് കണ്ടസ്റ്റൻ്റായിട്ട് ഞാൻ ആദ്യം ഷോ ചെയ്യുന്നത്. അവിടെ നിന്നായിരുന്നു ഞാൻ പറഞ്ഞ സുജാത മാസ്റ്റർ, പിന്നെ മേതിൽ ദേവിക ക്ലാസിക്കൽ, അവിടെ ഇവിടെ ഫ്യൂഷൻ ചെയ്യാൻ വേണ്ടി എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നാട്ടിൽ വെച്ചിട്ട് ഫസ്റ്റ് ചെയ്യുന്നത് കൈരളി ചാനൽ റിയാലിറ്റി ഷോ. പിന്നെ ഒരുവിധം എല്ലാ ചാനൽസിൻ്റെ ഇവൻറ്റ്സും, കൈരളി, ജീവൻ ദേവി, ഏഷ്യാനെറ്റ്, സൂര്യ, എല്ലാ ചാനലിലും ചെയ്തിട്ടുണ്ട് റിയാലിറ്റി ഷോസും. അമൃത ടി വിയിലും സൂപ്പർ ഡാൻസ് ജൂനിയർ അതൊക്കെ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം നാട്ടിലെല്ലാവിധം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാസ്റ്ററോടെ പോയിട്ട് ദി ഷോ ETV, അത് തെലുഗു ചാനലായിരുന്നു ETV. അതിനകത്ത് ദി ഷോ എന്ന് പറഞ്ഞിട്ട് ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, അതിനകത്ത് വർക്ക് ചെയ്തു. അതിൽ നമ്മളുടെ സായി പല്ലവി ആക്ട്രസ്, അവരുടെ കൂടെയൊക്കെ അവർക്കുള്ള കോമ്പറ്റീഷൻസിൽ കൊറിയോഗ്രാഫിയും അവരുടെ കൂടെ തന്നെയായിരുന്നു സപ്പോർട്ടീവായിട്ട് ഫുൾ ടൈം ഉണ്ടായിരുന്നു. സായി പല്ലവി നമ്മുടെ ആക്ട്രസ്. അങ്ങനെ നിറയെ പേര് ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് വർക്ക് ചെയ്തത് നമ്മളുടെ കൂടെ. ഫിലിം അവാർഡ്സ് ഞാൻ 2013 ഫിലിം അവാർഡ്സ് ഫസ്റ്റിൽ ചെയ്യുന്നത്. അതിൽ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അറിയാലോ ഫിലിം അവാർഡ്സിൽ എത്ര ആർട്ടിസ്റ്റ് ഉണ്ടാവും, ഒരുപാട് നിറയെ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു, അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിൻ ഷെൽവി മാസ്റ്റർ, ശാന്തി മാസ്റ്റർ, സുജാത മാസ്റ്റർ, പിന്നെ നമ്മുടെ നിറയെ കൊറിയോഗ്രാഫേഴ്സിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മളുടെ ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഡാൻസ് കുറച്ചുകൂടെ നമ്മൾ നാട്ടിലുണ്ടായിരുന്ന സമയത്തിനേക്കാളും 2010 ഇരുന്നിട്ടുള്ള ചേഞ്ചസ് വരുന്നത് ഡാൻസിൽ നമ്മൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന സ്റ്റൈല് മാറി പ്രോപ്പർ ഹിപ്പ് ഹോപ്പിലോട്ടും പ്രോപ്പർ ബോളിവുഡ്, പ്രോപ്പർ മോഡേൺ കണ്ടംപററി, ഇതിനെല്ലാം നമുക്ക് സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയിരുന്നു. ഓരോരോ റൗണ്ട് കോമ്പറ്റീഷൻസ് വരുമ്പോഴും നമുക്ക് അതിന് വേണ്ടിയിട്ട് കൊറിയോഗ്രാഫേഴ്സിനെ തരും. റഷ്യൻ ആർട്ടിസ്റ്റുകളുടെ കൊറിയോഗ്രാഫേഴ്സായിട്ട് നമ്മുടെ എല്ലാ ബൃന്ദ മാസ്റ്റർ കൊറിയോഗ്രാഫി, എല്ലാവരും സുരേഖ മാസ്റ്റർ, നിറയെ കൊറിയോഗ്രാഫേഴ്സിനെ കൂടെ വർക്ക് ചെയ്തുകൊണ്ട് ഒരുപാട് സ്റ്റൈൽസ് പഠിക്കാൻ പറ്റി. പിന്നെ അതുപോലെയല്ല നമുക്ക് അത്രയും നല്ല ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് അവരും നമ്മളെ അടുത്ത് ഭയങ്കര ഇമ്പ്രസ്ഡ് ആകും. ഏത് ഷോ വരുമ്പോഴും ഫസ്റ്റ് പ്രിഫർ ചെയ്യും. കാരണം ഞാൻ ആ സമയം റിയാലിറ്റി ഷോ ചെയ്യുന്ന സമയത്ത് ചെന്നൈ അറിയാമല്ലോ, ചെന്നൈയിൽ നടന്നു പോകുന്ന ആളെ വിളിച്ചാൽ പോലും ഡാൻസ് കളിക്കും, ചുമ്മാ നടന്നു പോകുന്നവർ അത്രയും ആളുകളുണ്ടായിരുന്നു. പക്ഷേ എന്നാലും പോലും അവർ എനിക്കെപ്പോഴും എൻ്റെ ഞാൻ കേരളത്തിൽ തന്നെ അവർ കൊണ്ടുവരും. അവർക്ക് റിയാലിറ്റി ഷോസ് വരുമ്പോഴും കോമ്പറ്റീഷൻ കൊറിയോഗ്രാഫീസ് വരുമ്പോഴും ചാനലിൻ്റെ ഗ്രൂമിങ്സ് വരുമ്പോഴും ഇപ്പോൾ മാനാട് മയിലാട്, സൂപ്പർ ജോഡി, ഈ എന്ത് കോമ്പറ്റീഷൻസ് വരുമ്പോൾ അവർ നന്നായിട്ട് എന്നെ പ്രിഫർ ചെയ്യും. കാരണം അതൊരു ഭാഗ്യമാണ്. കാരണം അത്രയും ഡാൻസേഴ്സ് ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടിട്ട് വീണ്ടും അടുത്ത ഷോ വരുമ്പോൾ വീണ്ടും അവനെ വിളിക്കാം. അത്രയും ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. അവിടെ വെച്ചാൽ നമ്മൾ ശരിക്കും ഒരു 24 hours 18 hours നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. 4 hours സ്ലീപ്പിംഗ്, പിന്നെ അഗെയിൻ 20 hours കണ്ടിന്യൂസ് പ്രാക്ടീസ് ആയിരുന്നു. പിന്നെ ലോറൻസ് മാസ്റ്റർ കൂടെ അസിസ്റ്റൻറ്റ് ചെയ്യുന്ന ചാർലി, നമ്മൾ ഒരുമിച്ചായിരുന്നു സ്റ്റേ ചെന്നൈയിൽ. ആ അസിസ്റ്റൻറ്റ് കൊറിയോഗ്രാഫറായിരുന്നു ചാർലി എന്ന് പറഞ്ഞിട്ട്. ആ ഒരു എൻ്റെ സെയിം മൈൻഡ് സെറ്റാണ്. രാത്രി ഉറങ്ങത്തില്ല, രാത്രി നമ്മൾ രണ്ടുപേരും ടെറസിൻ്റെ മുകളിൽ പോയി പ്രാക്ടീസ് ചെയ്യും. നെക്സ്റ്റ് ഡേയിൽ നമുക്ക് എന്ത് കൊറിയോഗ്രാഫി ചെയ്യാം കാരണം നമ്മൾ ഒരുപാട് കണ്ടസ്റ്റൻസിന് വേണ്ടിയിട്ട് കൊറിയോഗ്രാഫി ചെയ്യുന്നുണ്ടായിരുന്നു ദി ഷോയിൽ. അപ്പോൾ അതുകൊണ്ട് ഓരോ ദിവസവും രാത്രി നമ്മൾ ഓൾറെഡി പ്രാക്ടീസ് രാവിലെ 9 തൊട്ടിട്ട് ഒരു 1 മണി വരെ പ്രാക്ടീസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് പോയിട്ട് വീണ്ടും നമ്മൾ നാളത്തേക്കുള്ള കൊറിയോഗ്രാഫി പ്രിപ്പയർ ചെയ്യും. ഒരു 2-3 മണിക്കൂർ ഉറക്കം, വീണ്ടും നമ്മൾ സെറ്റിൽ പോകണം. നല്ല എക്സ്പീരിയൻസ് ആണ്. തമിഴ് ഇൻഡസ്ട്രി ആൻഡ് മലയാളം ഇൻഡസ്ട്രി രണ്ടും കളക്കിയില്ലേ? നല്ല സമയമാണ്. അതെ സാർ. പിന്നെ നിങ്ങളുടെ ഒരു സ്പെസിഫിക് ഒരു സ്റ്റൈൽ, നിങ്ങളുടെ പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡാൻസിൽ എന്താണ്? ഞാൻ ഇപ്പോൾ 2 ഡാൻസ് ഫോംസിൽ സർട്ടിഫിക്കേഷൻ ഉണ്ട് എനിക്ക്. അത് നമ്മളുടെ CSTD, കോമൺവെൽത്ത് സൊസൈറ്റി ഓഫ് ടീച്ചേഴ്സ് ഓഫ് ഡാൻസിങ്, 2 സർട്ടിഫിക്കേഷനാണ് എടുത്തിട്ടുള്ളത്. ഒരെണ്ണം ഹിപ്പോപ്പിൻ്റെ സർട്ടിഫിക്കേഷനും ഉണ്ട്, ഒരെണ്ണം മോഡേൺ കണ്ടംപററി. ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ ചെയ്തിരുന്നത് 2010-2011. ഈ 2 സർട്ടിഫിക്കേഷനും നോർമലി നമ്മൾ ടീച്ച് ചെയ്യുന്ന പോലെ സ്റ്റെപ്സ് ബേസ് അല്ല. കാരണം നമുക്ക് തിയറി ഉണ്ട്, പഠിക്കണം. ഓരോ സ്റ്റെപ്സിൻ്റെ പേരും പഠിച്ച് ആ സ്റ്റെപ്സിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് പഠിച്ച് അതിൻ്റെ എക്സാമിനേഴ്സ് എല്ലാം
പുറത്തു നിന്നായിരുന്നു, ഫോറിനേഴ്സ് ആയിരുന്നു അതിൻ്റെ നമ്മുടെ സർട്ടിഫിക്കേഷൻ്റെ എക്സാമിനേഷൻ എല്ലാം. അതും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അത്രയും വലിയ കൊറിയോഗ്രാഫേഴ്സ് അവർ ഫോറിനേഴ്സ് വന്നിട്ട് അവർ നമുക്ക് എക്സാം തരുന്ന സമയത്ത് നോർമലി ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുക്കുന്നതല്ല, പകരം തിയറിയാണ്. ഓരോ സ്റ്റെപ്സിനും ഓരോ പേരുണ്ട്. ഈ പേര് മാത്രമേ അവർ നമ്മൾ ചോദ്യം ചോദിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ആ പേര് വെച്ചിട്ട് അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, ബോഡി എങ്ങനെ മൂവ് ചെയ്യണം, എങ്ങനെ സ്റ്റെപ്സ് ചെയ്യണം, ആ രീതിയിലായിരുന്നു നമ്മൾ ആ ഒരു എക്സാം വന്നത്. അത് രണ്ട് പ്രോപ്പറായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഹിപ്പ് ഹോപ്പ് ആൻഡ് മോഡേൺ കണ്ടംപററിയാണ്. സോ തിയറി ഇല്ലാതെ പ്രാക്ടിക്കലായിട്ടും നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടല്ലേ? തിയറി ബേസിലും പഠിച്ചിട്ടുണ്ട്, സ്റ്റെപ്പ് ബേസിൽ. സർ, ഇപ്പോൾ നിങ്ങളുടെ സ്റ്റുഡിയോയിൽ എന്തൊക്കെയാണ് സ്റ്റൈൽസ്? ഇപ്പോൾ ബഹ്റൈനിൽ ഒരു അതില്യാൽ പുതിയ സ്റ്റുഡിയോ തുടങ്ങിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ ബെസ്റ്റ് വിഷസ് ആണ്. റീസെൻ്റ് ആയിട്ട് തുടങ്ങിയല്ലേ സർ? അപ്പോൾ അതിൽ നിങ്ങൾ ഇപ്പോൾ എന്തൊക്കെയാണ് സ്റ്റൈൽസ്, ഈ സ്റ്റൈൽസൊക്കെ ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ പഠിപ്പിക്കുന്നുണ്ട്, അങ്ങനെയാണ്? ഇപ്പം നമ്മൾ ഇപ്പം 2016 ബഹ്റൈനിൽ ഡാൻസ് സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ഓറ എന്ന് പറഞ്ഞിട്ട് ഞാനായിരുന്നു അതിൻ്റെ ഫൗണ്ടർ. 2016 to 18 ഞാൻ റൺ ചെയ്തു. പിന്നെ ആഫ്റ്റർ ദാറ്റ് ഞാൻ ഓറിയൻസ് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓറിയൻസ് ആയതിനു ശേഷം പിന്നെ ഡാൻസ് ക്ലാസ് മാത്രമായിരുന്നു നമ്മളുടെ ഫോക്കസ്. അവിടെ നമ്മൾ ക്ലാസ്സസ് എടുക്കുന്നത് ഹിപ്പ് ഹോപ്പ്, ബോളിവുഡ്, മോഡേൺ കണ്ടംപററി, സാൽസ, പിന്നെ നമ്മുടെ ഫിറ്റ്നസ് ജൂംബ ക്ലാസ്സസ്, അങ്ങനത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഡാൻസ് നമ്മൾ ടീച്ച് ചെയ്യുന്നുണ്ട്. ഹിപ്പ് ഹോപ്പിൽ തന്നെ നമുക്കിവിടെ വരുന്നൊരു പ്ലസ്സും മൈനസും ഉണ്ട്. ഹിപ്പ് ഹോപ്പിനകത്താണെങ്കിലും മോഡേൺ കണ്ടംപററി ആണെങ്കിലും നമുക്ക് ഒരു പേഷ്യൻസ് എന്ന് പറയുന്ന സാധനം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് നല്ല പേഷ്യൻസ് ഉണ്ടായിരുന്നു. കാരണം നമുക്കൊരു സ്റ്റെപ്സ് പഠിക്കണമെങ്കിൽ ചിലപ്പം നമ്മുടെ ചെന്നൈയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സ്റ്റെപ്സ് പഠിക്കാൻ 2 weeks 3 weeks എടുക്കും. കാരണം നമുക്ക് പേഷ്യൻസ് ഉണ്ട്, കാരണം എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടെ വരുന്നൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് അത്ര ലോങ് ടേമിൽ പഠിക്കാൻ പാരൻസ് ആരും വില്ലിങ് അല്ല. കാരണം ഇന്നത്തെ നമുക്ക് മെയിനായിട്ടുള്ളത് കൂടുതലായി റീൽസ് ചെയ്യണം, പെട്ടെന്ന് 10 സെക്കൻഡിൻ്റെ വീഡിയോ 20 സെക്കൻഡിൻ്റെ വീഡിയോ അതിലോട്ട് ഫോക്കസ്ഡ് ആവും പാരൻസ്. നോർമലി പാരൻസ് എല്ലാവരും അവർക്ക് വീഡിയോസിലാണ് കൂടുതൽ ഫോക്കസ് വരുന്നത്. പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഒരു സ്റ്റെപ്സ്, അതിൻ്റെ സ്റ്റെപ്സ് തിയറി പഠിക്കുമ്പം ഒരു സ്റ്റെപ്സ് തന്നെ പ്രാക്ടീസ് ചെയ്യണം. അത് പ്രാക്ടീസ്, ആ സ്റ്റെപ്സ് ക്ലിയർ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകുള്ളൂ. അത് ഒരുപാട് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. അതിന് നമ്മൾ സർട്ടിഫിക്കേഷൻ കോഴ്സസ് ബഹ്റൈനിൽ കൊടുക്കുന്നുണ്ട്, അതിൻ്റെ എക്സാമും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് വരുന്ന കൂടുതൽ പാരൻസും റീൽസ് ബേസ്ഡാണ്. ഇപ്പോഴത്തെ ഒരു സൊസൈറ്റി വരുന്നത് റീൽസ് ബേസ്ഡ് ആയിട്ടാണ് പഠിക്കാൻ വരുന്നത്. അവർക്ക് പെട്ടെന്ന് കൊച്ചു വന്ന് ഒരാഴ്ചയിൽ ഒരു വീഡിയോ എടുക്കണം, പോസ്റ്റ് ചെയ്യണം. അല്ലാതെ നമ്മളുടെ കൊച്ച് ഇത്ര പഠിക്കണം, ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇതൊരു ടെക്നിക്കലി അവന് ഫിറ്റ് ആവണം. പ്രോപ്പർ ഡാൻസർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് അതിനകത്ത്. നമ്മൾ ബോഡി നല്ല ഫിറ്റ് ആയിരിക്കും, പ്രോപ്പറായിട്ട് നമ്മൾ ഇവൻറ്റ് പ്രോപ്പറായിട്ട് നമ്മൾ കാര്യങ്ങൾ ഫോളോ അപ്പ്, ഫ്ലെക്സിബിലിറ്റി എല്ലാം നമ്മൾ കുട്ടികളെ പഠിപ്പിച്ച് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം റീൽസിലാണ് ആളുകൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളുടെ ചെയ്യുന്നതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക്. കാരണം ഒരു 3 month ഒരു കോഴ്സ് ചെയ്യുന്ന ആളുകൾക്ക് ആകെ പഠിക്കാൻ പറ്റിയ ഒരു 5 സ്റ്റെപ്പ് 10 സ്റ്റെപ്പ് ആയിരിക്കും. അത് പക്ഷേ പ്രോപ്പറായിരിക്കും പഠിക്കുന്നത്. ആ കൊച്ചിന് ആ സ്റ്റെപ്സ് എങ്ങനെ ചെയ്താലും ആ കൊച്ച് ആ സ്റ്റെപ്സ് കളിക്കുമ്പം അത് ഡാൻസ് അറിയുന്നവൻ പറയും അത് ഈ സ്റ്റെപ്പാന്ന് പറയും. പക്ഷെ ആളുകൾക്ക് ഇപ്പം വേണ്ടത് റീൽസാണ്, 10 സെക്കൻഡ് ചുമ്മാ എന്തെങ്കിലും ഒരു ജസ്റ്റ് ഒരു ഫ്ലോയിൽ ചെയ്യുന്നതുകൊണ്ട് അതൊരു അത് നല്ല കാര്യമാണ്. അതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ഡാൻസിലോട്ടുള്ള ഫോക്കസ് പോയിട്ട് കുറച്ച് കൊമേഴ്ഷ്യൽ ആയിരുന്നുള്ളൂ, വേറെ ചേഞ്ചസ് ആയിരുന്നു. സർ, ഇങ്ങനെ പുതിയതായിട്ട് ആരെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ടോ? റീൽസ്ക്ക് മാത്രം നിങ്ങളുടെ സ്റ്റുഡിയോയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്? റീൽസിൽ നിറയെ പേരുണ്ട്. കാരണം ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ വീക്ക്ലി 2 ക്ലാസ്സസാണ് വരുന്നത്. വീക്ക്ലി 2 ക്ലാസ്സസിൽ ഒരു ക്ലാസ് റീൽസിന് വേണ്ടി വെക്കും, ഒരു ക്ലാസ് നോർമൽ പഠിപ്പിക്കാൻ വേണ്ടി, അതായത് കുട്ടികൾ ടെക്നിക്കലി സ്ട്രോങ് ആകാൻ വേണ്ടി ഡാൻസിൽ. ഒരു ക്ലാസ് വന്നിട്ട് റീൽസ് എടുക്കാൻ വേണ്ടി മാത്രം. ആ രീതിയിൽ ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് ബാച്ചോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് സെപ്റ്റംബറിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് രണ്ട് ക്ലാസ്സസ് ആയിട്ടാണ് ചെയ്യുന്നത് കുട്ടികൾക്ക്. റീൽസ്ക്ക് സെപ്പറേറ്റ് ക്ലാസ്സും നോർമലായിട്ട്. അതാവുമ്പം പാരൻസും ഹാപ്പിയാണ്. എന്നാൽ നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ടെക്നിക്കലി കുട്ടികൾ ഫിറ്റ് ആയിരിക്കണം. നമ്മൾ ചുമ്മാ ചാടി കളിക്കുമ്പോൾ ഡാൻസ് ആവില്ലല്ലോ. അപ്പം നമ്മൾ അതുപോലെ തന്നെ ഇപ്പം ഈവൻ കോമ്പറ്റീഷൻസ് വരുമ്പോഴെല്ലാം കുട്ടികൾ ഓൾറെഡി സ്ട്രോങ് ആവണമെങ്കിൽ നമ്മൾ ടെക്നിക്കൽ സൈഡ് സ്ട്രോങ് ആകും. ഫൗണ്ടേഷൻ പ്രോപ്പർ ആയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നെക്സ്റ്റ് മൂവിലോട്ട് നമുക്ക് പോകാൻ പറ്റും. രണ്ടും കൂടി ഇപ്പോൾ മിക്സ് ചെയ്യണം. കാരണം കൊമേഴ്ഷ്യലി ആവശ്യമാണ്, നമുക്ക് ടെക്നിക്കൽ സൈഡ് ആവശ്യമാണ്. പിന്നെ ക്ലാസ്സിൻ്റെ കാര്യം ഇപ്പം ബഹ്റൈനിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ക്ലാസ്സിൽ വന്നിട്ട് നമ്മുടെ ആക്ടിവിറ്റീസ് വരുന്നത് ഡാൻസും, പിന്നെ നമ്മൾ ഗിറ്റാർ ക്ലാസ്സസ് ഉണ്ട്, പിന്നെ ഡ്രോയിങ് ക്ലാസ്സസ്, മ്യൂസിക് ക്ലാസ്സസ് ഉണ്ട്, പിന്നെ എഡ്യൂക്കേഷൻ സപ്പോർട്ടീവ് ക്ലാസ്സസ് എല്ലാം കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. ഇപ്പോൾ നിങ്ങളുടെ സ്റ്റുഡിയോയിൽ തന്നെ ഇതൊക്കെ പഠിപ്പിക്കുന്നു? അതെ, അപ്പോൾ ഡാൻസ് ഈ ആക്ടിവിറ്റീസും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക്. സർ, ഒരു ബിഗിനറായിട്ട് ഒരു പഠിക്കാൻ വരുന്ന ഒരു ഡാൻസ് അവർക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ടിപ്സ് പറയാനുള്ളത്? സർ, ബിഗിനേഴ്സിന് മെയിനായിട്ട് എന്ന് വെച്ചാൽ പേഷ്യൻസാണ്.
അതായത് ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളെ നമ്മൾ ചേർത്തുന്ന പേരൻസ് ആണെങ്കിലും അഡൾട്ട്സ് ആണെങ്കിലും വരുന്നവർക്ക് മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പേഷ്യൻസ് വേണം. ബിഗിനറായിട്ട് ഒരു പഠിക്കാൻ ഒരു ഡാൻസർക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ടിപ്സായിട്ട് പറയണത് സർ? നമ്മൾ ടിപ്സായിട്ട് പറയുന്നത് മെയിനായിട്ട് പേഷ്യൻസും പ്രാക്ടീസും, ഇത് രണ്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഫസ്റ്റിൽ പഠിക്കുമ്പം ABCD സ്കൂളിൽ പഠിക്കും, അതുപോലെ തന്നെ നമുക്ക് ഏത് ആക്ടിവിറ്റി ആണെങ്കിലും നമ്മൾ പുതുതായിട്ട് പഠിക്കുന്ന സംഭവം വരുന്ന സമയത്ത് അതിൻ്റെ ഫൗണ്ടേഷൻസ് എന്താണ്, നമ്മൾ എങ്ങനെ മൂവ് ചെയ്യണം. നമ്മൾ ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു 4 ഇയേഴ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾ അത്യാവശ്യം അവർ പറഞ്ഞത് കേട്ട് ചെയ്യുന്ന നമുക്ക് റിയാക്ട് ചെയ്യുന്ന ടൈം ആകുമ്പോഴാണ് നമ്മൾ പഠിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എപ്പോഴും നമ്മൾ ബിഗിനേഴ്സ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത് പേരൻസ് ആണെങ്കിലും അഡൾട്ട്സ് ക്ലാസ് ആണെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിലും പേഷ്യൻസ് വേണം. കാരണം നമുക്കൊന്ന് ഞാനിത് പഠിക്കാൻ വന്നിട്ടുണ്ട്, അപ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് സാറിൻ്റെ ബോഡി ലാംഗ്വേജ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബോഡി ലാംഗ്വേജ് രണ്ടും ഈക്വലായി വരുമ്പോഴാണ് നമുക്ക് ഒരു മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. പുതുതായിട്ട് വരുന്ന ആൾക്കാർ വന്നിട്ട് 2 കാര്യങ്ങൾ, ഒന്ന് പേഷ്യൻസും മെയിനായിട്ട് ഒന്ന് പ്രാക്ടീസ്. നമ്മൾ എന്താണോ കാണിക്കുന്നത് പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴേക്കും അതെല്ലാം പ്രാക്ടീസ് ചെയ്ത് റെഡിയായി വരുമ്പോൾ നമുക്ക് ഈസി ആയിരിക്കും. അല്ലാതെ നമ്മൾ പ്രാക്ടീസ് ഇല്ല, ഇവിടെ ജസ്റ്റ് ഒരു 1 അവർ ക്ലാസ്സിന് വരും, പിന്നെ അത് മറന്ന് അടുത്ത ആഴ്ച വീണ്ടും വരുമ്പോൾ വീണ്ടും സെയിം പഠിപ്പിക്കേണ്ടി വരും. അപ്പം എന്തായാലും പേഷ്യൻസ് എന്തായാലും വേണ്ടി വരും നമുക്ക്. പേഷ്യൻസ് ആണ് ഒരു ബിഗിനേഴ്സിന് എങ്ങനെ ഒരു 3 to 6 മന്ത് നമ്മുടെ ഒരു ഫൗണ്ടേഷൻ പീരീഡാണ്. പക്ഷേ അധികം ആളുകളും ഒരു 2 മന്തിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് പോകും. കാരണം ഇതെന്താ എനിക്കിപ്പോൾ കളിക്കുന്ന വീഡിയോ കാണിച്ചു തരും, എനിക്ക് മൈക്കിൾ ജാക്സൺ കളിക്കുന്ന പോലെ കളിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതെ, അതായത് ബേസിക് ആയിട്ടുള്ളൊരു 3 വയസ്സിൽ എനിക്ക് അഡ്മിഷൻ വന്നിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് 3 ഇയേഴ്സ്, അവർ പറഞ്ഞാൽ അവർക്ക് ഹിപ്പ് ഹോപ്പ് ചെയ്യണം, ബാക്ക് ഫ്ലിപ്പ് ചെയ്യണം. പക്ഷേ ആ കൊച്ചിനൊരു ഫൗണ്ടേഷൻ നേരെ സ്റ്റേബിൾ ആവണം, ബോഡി പോയിന്റ് ചെയ്യാൻ പറ്റണം, ബോഡിയുടെ ഫോക്കസ് ചെയ്യാൻ പറ്റണം, നമുക്ക് എങ്ങനെ ബോഡി ഹാൻഡ് മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റണം, ഏത് പൊസിഷൻ ചെയ്താൽ നമുക്ക് ബോഡി ഏത് സൈഡിലോട്ട് മൂവ് ചെയ്യുന്ന അറിയാൻ പറ്റണം. ഇതിനൊക്കെയുള്ള ടൈം പ്രോസസ്സിങ് ആണ്. അപ്പോൾ പേഷ്യൻസും പ്രാക്ടീസും ഇത് രണ്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡാൻസ് പഠിക്കുന്ന സമയത്ത്. സർ, എന്തൊക്കെയാണ് ബഹ്റൈനിൽ ഉള്ള പ്രോജക്ട്സ് ഇപ്പോൾ കറണ്ടായിട്ട് ചെയ്യുന്നുണ്ട്? ബഹ്റൈനിൽ ഞാൻ 2018 തൊട്ട് പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. ബഹ്റൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ബഹ്റൈൻ്റെ പുതിയ എയർപോർട്ട് ഓപ്പണിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു 40 ഡാൻസേഴ്സിനെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ബഹ്റൈനീസ്, ഫിലിപ്പിനോസ്, ഇന്ത്യൻ, റഷ്യൻ ഡാൻസേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. 2020 നമ്മളുടെ ബഹ്റൈൻ്റെ നാഷണൽ സോങ്ങിൻ്റെ കൊറിയോഗ്രാഫി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കോവിഡ് ടൈമിലായിരുന്നു, 2021 കോവിഡ് ടൈമിലായിരുന്നു. അത് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. കാരണം ആ ഒരു സമയത്ത് ഇത്ര പേർക്ക് നമ്മൾ വാക്സിനേഷൻ കമ്പൽസറി ആയിരുന്നു. പിന്നെ ഒരുപാട് ബഹ്റൈനിലെ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു, നമ്മളുടെ സെലിബ്രിറ്റി ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. പിന്നെ അത്ര തന്നെ നമ്മൾ ഒരു 75-80ഓളം നമ്മുടെ പോസ്റ്റ് കാർസ് എല്ലാം വന്നിട്ട് ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ പബ്ലിക്കായിട്ട് നമ്മൾ പബ്ലിക് പ്ലേസിലാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോഡ് മൊത്തം ബ്ലോക്ക് ചെയ്ത്, മാത്രമല്ല കോവിഡിൻ്റെ നമുക്ക് ഡിസ്റ്റൻസിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതൊരു സേഫ്റ്റി ആൻഡ് റൂൾസ്. അത് ഹലാത്തുർക്ക് എന്ന് പറഞ്ഞിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സിംഗറായിരുന്നു, മെയിൻ സിംഗർ ലീഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു 2021 നാഷണൽ സോങ് ആയിരുന്നു അത് ബഹ്റൈൻ്റെ. പിന്നെ ചെയ്തിരിക്കുന്നത് ഷെയ്ഖ് നാസറിൻ്റെ ക്രിയേറ്റീവ് അവാർഡ്സ്, അതായത് നമ്മുടെ ഷെയ്ഖ് നാസറിൻ്റെ പേരിലുള്ള ക്രിയേറ്റീവ് അവാർഡ്സിൻ്റെ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മിനിസ്ട്രി ഓഫ് കൾച്ചറിൻ്റെ ഇവൻറ്റ്സ്, മിനിസ്ട്രി ഓഫ് കൾച്ചറിൻ്റെ ലാസ്റ്റ് ഇയർ ഒരു ഡ്രാമ ചെയ്തിരുന്നു. മിനിസ്ട്രി ഓഫ് യൂത്തിൻ്റെ ഒരു 3 years ആയിട്ട് കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രോജക്ട്സ് മിനിസ്ട്രിയുടേതും ബഹ്റൈനിലെ ഒരുപാട് പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഇതിൽ നിങ്ങൾ ഇപ്പോൾ വളരെ ഒരു ഭയങ്കരമായിട്ട് എനിക്ക് ചാലഞ്ചിങ് പ്രോജക്റ്റ് ഇതിൽ ഒരെണ്ണം പിക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ്? 2 പ്രോജക്റ്റ് ഉണ്ട് മെയിനായിട്ട് നമുക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. കാരണം ഒരെണ്ണം ബഹ്റൈൻ പുതിയ എയർപോർട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ 40 ഡാൻസേഴ്സിനെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്തു. സോ അത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പ്രോജക്റ്റ് ആയിരുന്നു. ബഹ്റൈൻ എയർപോർട്ടിൻ്റെ പുതിയ ടെർമിനലിൻ്റെ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് അന്ന് നമ്മുടെ ടീമിൽ 10 ഫിലിപ്പിനോസ് ഉണ്ടായിരുന്നു, 10 ബഹ്റൈനീസ് ഉണ്ടായിരുന്നു, റഷ്യൻസ് ഉണ്ടായിരുന്നു, ഇന്ത്യൻസ് ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 40 ഡാൻസേഴ്സ് പ്ലസ് എൻ്റെ സ്റ്റുഡൻസ്. ഓൾറെഡി ഒരു 60-70 ആളുകൾ പെർഫോമൻസ് ആയിരുന്നു. സിറ്റി സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ പ്രോഗ്രാം വന്നിരുന്നത്. ആ സമയത്ത് നമുക്ക് ഈവനിങ്ങിൽ കാരണം നമ്മളുടെ നാട്ടിലെ പോലെയല്ല ഇവിടെ നമുക്ക് ആകെ കിട്ടുന്ന ഈവനിങ്ങിൽ 2 hour 3 hour പ്രാക്ടീസ് സെഷനേ കിട്ടുള്ളൂ. ഈ ഒരു ടൈമിൻ്റെ ഇടയ്ക്ക് ഇത്രയും ഡാൻസേഴ്സിനെ വെച്ചിട്ട് നമ്മൾ ഓരോ ബാച്ചിനെ വിളിച്ച് കൊറിയോഗ്രാഫി ചെയ്ത് അവരുടെ പോർഷൻ, ഈവൻ അതിനകത്ത് ആക്ടിങ് ഉണ്ടായിരുന്നു, നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ, അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് ആക്ടിങ് കാര്യങ്ങളുണ്ടായിരുന്നു. വളരെ കുറഞ്ഞ ടൈം പീരീഡായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പ്രോജക്റ്റ് പെട്ടെന്ന് ഓപ്പൺ ആയപ്പം ആദ്യം എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അത് എൻ്റെ ഡാൻസേഴ്സും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അസിസ്റ്റൻസും എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്തു.
പിന്നെ നമ്മുടെ സ്റ്റുഡൻസ്, അവരുടെ പാരൻസ് നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ ടൈം പീരീഡിൽ നമുക്ക് നന്നായി ചെയ്യാൻ പറ്റി. പക്ഷെ നല്ല റെസ്പോൺസ് കിട്ടി. അതുപോലെയായിരുന്നു കോവിഡ് ടൈമിൽ വന്ന ഒരു 75 ആർട്ടിസ്റ്റുകൾ പ്ലസ് ഡാൻസേഴ്സ്, പിന്നെ നമ്മുടെ ക്രൂ, ബഹ്റൈനിൻ്റെ ക്രൂ, നാഷണൽ ക്രൂ എല്ലാവരും ഉണ്ടായിരുന്നു. ഇത്ര പേർക്ക് നമ്മൾ രാവിലെ ഒരു 4 o'clock തൊട്ടിട്ട് വാക്സിൻ ചെയ്യണം. ഓരോരുത്തർക്കും നമ്മൾ കോവിഡ് ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് നെഗറ്റീവ് അതിനിടയ്ക്ക് ചില ആളുകൾ കോവിഡ് ഉണ്ടെന്ന് പറയും. അപ്പോൾ അവരെ ഒഴിവാക്കിയിട്ട് ആ പോസ്റ്റിൽ വേറെ ആളെ ആഡ് ചെയ്യണം. അങ്ങനെ രാവിലെ മോർണിംഗ് ഒരു 4 AM to till ഈവനിങ് 6 o'clock വരെ ഷൂട്ടായിരുന്നു. അതൊരു വലിയൊരു ചാലഞ്ചിങ് ആയിരുന്നു. കാരണം എനിക്ക് ആ ഒരു സമയം എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഇരുന്നിട്ടില്ല. ഫുൾ ടൈം നമ്മളുടെ ക്യാമറ ഓരോരുത്തർ ആർട്ടിസ്റ്റുകളെ അറേഞ്ച് ചെയ്ത് ഒറ്റ ടേക്കിൽ നമ്മൾ ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആക്ട് മൊത്തം. അത് വലിയൊരു ചാലഞ്ചിങ് ആയിരുന്നു. മോർണിംഗ് 4 to ഈവനിങ് 6 വരെ പേർത്ത് കുളിച്ച് നിന്നിട്ടാണ് നമ്മൾ ആ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്ത്. പക്ഷെ നല്ല റെസ്പോൺസ് ആയിരുന്നു അതിനുശേഷം കൂടുതലായിട്ട് എനിക്ക് മിനിസ്ട്രി പ്രോജക്ട്സ് നിറയെ വരുന്നത് ഈ ഒരു പ്രോജക്റ്റ് കണ്ട കൊറിയോഗ്രാഫി ചെയ്ത മുനീർ. ഓക്കെ, അങ്ങനെ നമ്മുടെ പേര് ഒന്നുകൂടെ രജിസ്റ്റർ ആയി. പിന്നെ മിനിസ്ട്രിയുടെ എന്ത് പ്രോജക്റ്റ് വരുമ്പോഴും അവർ സജസ്റ്റ് ചെയ്യും, ഈ കൊറിയോഗ്രാഫറുണ്ട്, ഇന്ത്യൻ ആണ്. പക്ഷെ അവർ നമ്മളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തു. അതിനുശേഷം അവർ ആ ഒരു റെസ്പെക്റ്റും നന്നായിട്ട് നമുക്ക് നല്ല മര്യാദ കിട്ടി ആ ഒരു ഇവൻറ്റ് ചെയ്ത ശേഷം. സർ, അന്ന് ആ പ്രോജക്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾ മാത്രം അത് ചെയ്യാൻ ഒരു സാധ്യത കാണൂലല്ലോ. നിങ്ങളുടെ കൂടെ കുറച്ച് അസിസ്റ്റൻസ് ഒക്കെ അവരൊക്കെ ആരാണ് സർ? അത് നമ്മൾ 2016 ഡാൻസ് ടീമുണ്ട്, നമ്മുടെ പെർഫോം ചെയ്ത ഡാൻസ് ടീമുണ്ട്. അതിനകത്ത് നിന്ന് 2, 3, 4 വർഷം ചെയ്ത് റബീൽ നമ്മുടെ ടീമിലോട്ട് റബീൽ ജോയിൻ ചെയ്തു. പിന്നെ ഞാൻ അവനെ അസിസ്റ്റൻ്റായിട്ട് കൊറിയോഗ്രാഫി ചെയ്യാനും കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യും. അവനും ഹിപ്പ് ഹോപ്പ് കാര്യങ്ങളെല്ലാം നന്നായി ഡെവലപ്പ് ചെയ്യും, ഡാൻസ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യും. പിന്നെ ഗേൾസിൻ്റെ സൈഡിൽ മറിയം എന്നൊരു ഡാൻസർ ഉണ്ടായിരുന്നു. സർ, സ്റ്റുഡിയോയിൽ അവരുടെ ട്രെയിനേഴ്സ് ആരൊക്കെയാണ് സർ നിങ്ങളുടെ? നമ്മുടെ സ്റ്റുഡിയോയിൽ ട്രെയിനേഴ്സ് വരുന്നത് റബീൽ എന്ന് പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞില്ല നമ്മുടെ 2020 പ്രോജക്റ്റിൽ 21 എൻഡിൽ അവനായിരുന്നു എൻ്റെ അസിസ്റ്റൻറ്റ് ചെയ്തിട്ടായിരുന്നു. റമീൽ ഉണ്ടായിരുന്നു. പിന്നെ അനീഷ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അവനാണ് പൊതുവേ എൻ്റെ ഡാൻസിൻ്റെ ക്ലാസ്സിൻ്റെ കാര്യങ്ങളും ഇവൻറ്റ്സ് എല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ട് നിറയെ സപ്പോർട്ടീവ് ആയിരുന്നു എനിക്ക് ആ കാര്യത്തിൽ. പിന്നെ നമ്മളുടെ മറിയം ഡാൻസേഴ്സ് വരുന്നത്, മറിയം എന്നൊരു ഡാൻസർ ഉണ്ടായിരുന്നു. അവളും അസിസ്റ്റൻ്റ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ആ സമയത്ത് പ്രിയങ്ക, പിന്നെ നമ്മളുടെ ആനിയ, ഒരു 5-6 പേരുണ്ടായിരുന്നു ഈ ഒരു ഇവൻറ്റ് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സപ്പോർട്ട് നന്നായിട്ടുണ്ടായിരുന്നു. കാരണം അവരും എന്നെപ്പോലെ തന്നെ 4 മണി തൊട്ട് ഈവനിങ് 6 മണി വരെ ഓൾമോസ്റ്റ് 14 hours നിന്ന് ഓരോരോ ക്യാമറ ആംഗിളും സെറ്റപ്പും കാര്യങ്ങളെല്ലാം ചെയ്യണമായിരുന്നു. കാരണം ഏറ്റവും ബാക്കിലെ കാറിൽ നിന്ന് ഇറങ്ങി ഹലാത്തൂർക്ക് ഇറങ്ങിയിട്ട് ആക്ട്രസ് നടന്നു വരുമ്പോൾ ബാക്കിൽ ഡാൻസ് ചെയ്തുകൊണ്ട് വരണം. ഇത് മാത്രമല്ല, ഈ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോരോ ഷോട്ട് കഴിയുമ്പോഴും നമ്മളിത് മിനിസ്ട്രിക്ക് അയച്ചു കൊടുക്കണം. എന്നിട്ട് അവർ ഷോട്ട് ഓക്കെ ആണെന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ഷോട്ടിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ടൈം പീരീഡ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്കത് ചെയ്ത് തീർക്കാൻ. പക്ഷേ അത് ഇപ്പം നന്നായിട്ട് എൻജോയ് ചെയ്ത ടൈം പോലെ എനിക്ക് ഫീൽ ആവുന്നത്. കാരണം അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് വളരെ വലുതായിരുന്നു. നിങ്ങളുടെ ക്ലാസ്സിൽ വരുന്ന സ്റ്റുഡൻസിന് എന്തൊക്കെയാണ് നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്? നമ്മളുടെ ക്ലാസ്സിൽ വരുന്ന സ്റ്റുഡൻസിന് നമ്മൾ ജസ്റ്റ് ക്ലാസ് ബേസ് മാത്രമല്ലാണ്ട് അവർക്ക് ആഡ്സ് ഇല്ലേ, നമ്മുടെ സ്പോൺസേഡ് ആഡ്സ്, ഇപ്പോൾ ലുലുവിൻ്റെ ബാക്ക് ടു സ്കൂൾ ആഡ്സ്, പിന്നെ നമ്മുടെ ഫ്ലാഷ് മോബ്സ്, അതായത് മൂവി പ്രൊമോഷൻസിൻ്റെ ഫ്ലാഷ് മോബ്സ് ഉണ്ടാവും. അപ്പം നമ്മുടെ രജനി മൂവീസ് ഉണ്ട്, തമിഴ് മന്ദിരം, അവരെല്ലാ വർഷവും എല്ലാ മൂവി റിലീസിനും നമ്മളെ പിള്ളേരെ സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസും കാര്യങ്ങളെല്ലാം വെക്കാറുണ്ട്. എപ്പിക്സ് അതേപോലെ നല്ല സപ്പോർട്ട്. എപ്പിക്സിൽ ഏതൊരു പുതിയ മൂവീസ് റിലീസ് വരുമ്പോൾ നമുക്ക് നമ്മളുടെ പിള്ളേരെയാണ് പിള്ളേരുടെ പെർഫോമൻസ് ആയിട്ട് അവർക്ക്. കാര്യം കുട്ടികൾക്ക് വന്നിട്ട് ജസ്റ്റ് പഠിച്ചിട്ട് ഓക്കെ ഞാൻ ഇത്ര വർഷമായിട്ട് പഠിക്കുന്നത്, എനിക്ക് എന്താ ഓപ്പർച്യൂണിറ്റി, അങ്ങനത്തെ രീതിയിൽ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഇവൻറ്റ്സ് എല്ലാം എന്ത് ചെയ്യും നമ്മൾ. പിന്നെ നമ്മൾ മിനിസ്ട്രിയുടെ തന്നെ ഒരു ഇവൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിനിസ്ട്രിയുടെ ഒരു ഇവൻറ്റ് നമ്മൾ അല്ലറീനിൽ വെച്ചിട്ട് കുട്ടികൾക്ക്, അതായത് കുട്ടികളുടെ ഒരു ഇവൻറ്റ് വന്നപ്പം യൂത്തിൻ്റെ എംപവർമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്ത് ചെയ്ത് നമ്മൾ ഓപ്പർച്യൂണിറ്റി കൊടുത്തു. നമ്മളുടെ സ്റ്റുഡൻസ് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മിനിസ്ട്രിയുടെ തന്നെയായിരുന്നു, നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ ഒരു ഇവൻ്റ് ആയിരുന്നു അത്. അത്തരം നമ്മളെല്ലാ രീതിയിലുള്ള ഇവൻറ്റ്സ്, കോമ്പറ്റീഷൻസ്, പ്രോഗ്രാംസ് എല്ലാത്തിലും നമ്മൾ എന്ത് ചെയ്യും. ഇപ്പം നമ്മുടെ ടീം, എൻ്റെ ഡാൻസ് ടീം ബേസിക്കലി നമ്മുടെ സീനിയർ ടീം വന്നിട്ട് ബഹ്റൈനിൽ നിറയെ ഷോസ് ചെയ്യുന്നുണ്ട്. ഒരുവിധം എല്ലാ വീക്കെൻഡിലും നമുക്ക് ഇവൻറ്റ്സ് ഉണ്ട്. കോർപ്പറേറ്റ് ഇവൻറ്റ്സ്, വെഡ്ഡിങ് ഷോസ് ആണെങ്കിലും മിനിസ്ട്രിയുടെ പ്രൊജക്ട്സ് ആണെങ്കിലും നിറയെ ഷോസ് ചെയ്യുന്നുണ്ട്. എല്ലാ വീക്കെൻഡിലും നമ്മൾ ഇവൻറ്റ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളുടെ ഇവിടെ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കും പെർഫോമൻസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും. എന്തൊരു ഇവൻറ്റ് വരുമ്പോൾ നമ്മളുടെ സ്റ്റുഡൻസ് അതിലോട്ട് ആഡ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ മൂവി പ്രൊമോഷൻസ് വരുമ്പോൾ ആഡ് ചെയ്യും. പിന്നെ നമ്മളുടെ ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട് നാട്ടിൽ നിന്ന്. ഇപ്പം ഈ അടുത്ത് റീസെൻ്റ്ലി നിവിൻ പോളി, നമ്മളുടെ ടൊവിനോ തോമസ്,
പിന്നെ നമ്മുടെ മമ്മൂട്ടി വന്നൊരു ഇവൻ്റ് ഉണ്ടായിരുന്നു, ഇതിനു മുൻപ് ദുൽഖർ വന്ന ഇവൻ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ ആസിഫ് അലി വന്ന ഇവൻ്റ്, അങ്ങനെ നിറയെ ആർട്ടിസ്റ്റുകളുടെ സെലിബ്രിറ്റീസ് വരുന്ന സമയത്ത് അവർക്കുള്ളൊരു എൻട്രി പോലെ നമ്മൾ ഈ കുട്ടികളെ വെച്ചിട്ട് ഡാൻസ് കാര്യങ്ങൾ സെറ്റ് ചെയ്യും. കാരണം ആർട്ടിസ്റ്റുകൾ കൂടുതൽ അപ്പം അവർ ഭയങ്കര പ്ലസ്ഡ് ആയി. കാരണം ഈ ചെറിയ കുട്ടികളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും. മമ്മൂട്ടി എനിക്ക് തോന്നുന്നു ആ ഇവൻറ്റ് കഴിഞ്ഞ് മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കുട്ടികൾ മമ്മൂട്ടി പൊതുവെ ഇവൻറ്റ്സിലെന്ന് പറഞ്ഞാൽ കുറച്ചൊരു കുറച്ച് ടൈറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരാളാണ്. പക്ഷെ കുട്ടികളെ ഡാൻസും കാര്യങ്ങളും മമ്മൂട്ടിയുടെ സോങ്സ് ഒരുപാട് മമ്മൂട്ടിയുടെ സോങ്സ് വെച്ചിട്ടാണ് ചെയ്തത്. അത് കണ്ടപ്പം ഭയങ്കരമായിട്ട് ഹാപ്പിയായി. അപ്പോൾ അത് നമ്മൾക്ക് ആ ഇവൻറ്റ് തന്ന ആളുകളും പറഞ്ഞു, മമ്മൂട്ടി ഇത്ര ഹാപ്പി ആയിട്ട് നമ്മളൊരു ഇവൻറ്റിലും കണ്ടിട്ടില്ല. കാരണം നമ്മളുടെ സ്റ്റുഡൻസ് ആയിരുന്നു ഡാൻസ് ചെയ്തിട്ടായിരുന്നു, ചെറിയ പിള്ളേർ എല്ലാവരും മമ്മൂട്ടിയെ വെൽക്കം ചെയ്ത് മമ്മൂട്ടിയുടെ പഴയ സോങ്സും പുതിയ സോങ്സും എല്ലാം ആഡ് ചെയ്തിട്ട് നമ്മളൊരു ഇവൻറ്റ് ചെയ്തിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിൽ ഏത് കുട്ടികൾ വരാണെങ്കിലും ജസ്റ്റ് പഠിച്ചിട്ട് പോകുന്നത് മാത്രമല്ല, നമ്മളെല്ലാ കോമ്പറ്റീഷൻസിനും കുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നിറയെ കോമ്പറ്റീഷൻസ് നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഗ്രൂപ്പ് ആണെങ്കിലും സോളോ ആണെങ്കിലും പിള്ളേർ തന്നെ ഫസ്റ്റും സെക്കൻഡും ആയിട്ട് തന്നെ വരാറുണ്ട്. കുട്ടികൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ തന്നെ ഫോട്ടോഷൂട്ട്, വീഡിയോ ഷൂട്ട്, സെപ്പറേറ്റ് വീഡിയോസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. സാർ ഇപ്പോൾ ഇങ്ങനെ കോമ്പറ്റീഷൻസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കറണ്ട് ആരെങ്കിലും ഓൺലൈനിൽ നിങ്ങൾ ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ മാത്രം എനിക്ക് ചെയ്ത് തരണം, അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ? നിറയെ. കാരണം വെച്ചാൽ നമുക്ക് അതിനുള്ള ടൈം കിട്ടാറില്ല. ഇപ്പം നിറയെ ഇപ്പോൾ നാട്ടിലാണെങ്കിലും ഖത്തറിലാണെങ്കിലും ദുബൈയിലാണെങ്കിലും, ദുബൈയിൽ നമുക്ക് ഓൾറെഡി ഡാൻസ് സ്റ്റുഡിയോ ഉണ്ട്, ഓറാന്ന് പറഞ്ഞിട്ട് ഡാൻസ് സ്റ്റുഡിയോ ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ സൗദിയിൽ റീസെൻ്റായിട്ട് നമ്മുടെ ഡാൻസ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോൾ അത് മാത്രമല്ല, നമ്മളുടെ പേജ് ഫോളോ ചെയ്യുന്ന ഒരുപാട് പേര്, ഓറിയൻസിൻ്റെ പേജ് ഫോളോ ചെയ്യുന്നവരും പിന്നെ എൻ്റെ പഴയ സ്റ്റുഡൻസും ദുബൈയിൽ നമ്മൾ ക്ലാസ്സിലെ. കാരണം 2013 to 2015 ദുബൈയിലായിരുന്നു. നമ്മൾക്ക് അവിടെ ഓറാന്ന് ഡാൻസ് സ്റ്റുഡിയോ ഉണ്ട്. അവിടുന്ന് ഇപ്പോഴും പാരൻസും കാര്യങ്ങളും എല്ലാവരും കോമ്പറ്റീഷൻസൊക്കെ വരുമ്പോൾ എനിക്ക് മെസ്സേജ് അയക്കുക. ഈവൻ നമ്മുടെ നാട്ടിലാണെങ്കിലും പണ്ട് ചെയ്ത് നമ്മുടെ കൂടെ കളിച്ചിട്ടുള്ള ആൾക്കാരും പിന്നെ അവരുടെ സ്റ്റുഡൻസും. അപ്പോൾ എന്തെങ്കിലും പ്രോജക്റ്റൊക്കെ വരുമ്പോൾ എപ്പോഴും മെസ്സേജ് അയക്കും. അപ്പം അധികം ഞാനെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ട് സ്ലോ ആക്കിയിട്ട് അവർക്ക് അയച്ചു കൊടുക്കും. കാരണം നമുക്ക് അതിനുള്ള ടൈമില്ല. ഇവിടെ തന്നെ നമ്മൾക്കറിയാലോ ഓൾറെഡി 100+ സ്ട്രെങ്ത് ഉണ്ട് സ്റ്റുഡൻസിൻ്റെ. അപ്പം നമ്മുടെ ടൈമിംഗ് എല്ലാം ഭയങ്കര ടൈറ്റ്. അപ്പം ഫ്രീ ടൈം കിട്ടുമ്പോൾ പെട്ടെന്നൊരു വീഡിയോ സെറ്റ് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കും. ഓൺലൈനിൽ അവർക്കത് ഇരുന്ന് പഠിക്കാൻ പറ്റും കോമ്പറ്റീഷൻസ്. സർ ഇപ്പോൾ ടൈം ഇല്ലാന്ന് സ്പെസിഫൈ ചെയ്തല്ലോ. അപ്പം നിങ്ങളുടെ ടൈം ഇല്ലാത്ത സമയത്തിൽ ഈ ഒരു പ്രോജക്റ്റ് വന്നിട്ടുണ്ട്, പക്ഷെ അത് യു ഹാവ് ടു ഡു ഇറ്റ് അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ചെയ്യണമെന്ന് ഒരു ട്രസ്റ്റബിൾ ഒരു പേഴ്സൺ ആരെങ്കിലും എടുത്ത് നിങ്ങളുടെ പ്രോജക്റ്റ് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഓവർലുക്ക് മെയിൻലി ചെയ്തിട്ടുണ്ടാണ്, പക്ഷേ ഇവർ ചെയ്താൽ ഓക്കെ ലെറ്റ് ഹിം ഡു, ഞാൻ അത് നോക്കിക്കൊള്ളാം, അങ്ങനെ ആരെങ്കിലും ഒരു ട്രസ്റ്റബിൾ പേഴ്സൺ ആയിട്ടുണ്ടോ? നമ്മളുടെ അല്ല കോമ്പറ്റീഷൻസ് ആണെങ്കിലും എന്തൊരു പ്രോജക്റ്റ് വന്നാലും അത് ഞാൻ ഒരിക്കലും ചെയ്യാതിരിക്കില്ല. ഏത് പ്രോജക്ട്സ് ആണെങ്കിലും ഈവൻ സ്റ്റുഡൻസ് ആണെങ്കിൽ ചില പാരൻസ് വർക്കിംഗ് പാരൻസ് ആയിരിക്കും. ചില ആളുകൾ സൗദിയിൽ നിന്ന് വന്ന് പഠിക്കുന്ന നിറയെ സ്റ്റുഡൻസ് ഉണ്ട് നമുക്ക്. അവരുടെയൊക്കെ ടൈമിംഗ് ചിലപ്പോൾ അവർ പറയും രാത്രി 10 മണിക്ക് വരും, ചില ആളുകൾ മോർണിംഗ് 6 o'clock വരാമെന്ന് പറയും. ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളെന്തായാലും നമ്മുടെ വർക്ക് ഇതാണ്, നമ്മുടെ പാഷനാണ്. ഇതൊരു പ്രോപ്പർ ബിസിനസ് മാത്രമല്ലല്ലോ നമുക്ക്, ഇത് നമ്മുടെ പാഷനാണ്. കാരണം അതുകൊണ്ടാണ് ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത്. ഇത്രയും വർഷം ഞാനിതൊരു പാഷനാക്കി കൊണ്ടു നടന്നുകൊണ്ടാണ്. കാരണം ഇത് ബിസിനസ് ബേസിലല്ല നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ടൈമിങ്ങോ കാര്യങ്ങളോ ഒന്നും, ഏത് പ്രോജക്റ്റ് വന്നാലും ഞാൻ എന്തായാലും എടുത്ത് ചെയ്യും. ഈവൻ എൻ്റെ കൂടെ സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ റെമിലുണ്ട്, ആരുമായിട്ട് നമ്മുടെ ടീമെല്ലാം നന്നായിട്ട് ഏത് ടൈം വിളിച്ചാലും കൊറിയോഗ്രാഫി ചെയ്യാനും. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് കോമ്പറ്റീഷൻസിൽ 1 o'clock 2 o'clock റെമിൽ ക്ലാസ്സിൽ നിന്ന് പോയിക്കൊണ്ടിരുന്നത്. കാരണം അത്രയും ടൈം അത് അവൻ്റെ ജോലി. ഓക്കെ, എനിക്കിതിൻ്റെ ജോലിയാണ് ആ രീതിയിലല്ല, അതൊരു പാഷനാണ്. അപ്പോൾ അവൻ്റെ പാഷൻ അത്രത്തോളം ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അവനെ ഞാനതിൻ്റെ കൂടെ ട്രെയിനറായിട്ട് വെച്ചത്. നല്ല സ്ട്രോങ് ടീമാണ് നമ്മുടെ. ഒരിക്കലും നമ്മളെ ഒരു പ്രോജക്റ്റ് വന്നാൽ വേറെ ആൾക്കാർക്ക് കൊടുക്കാറില്ല. കാരണം അതിന് നമ്മൾ എന്തായാലും ഇത് ചെയ്ത് കൊടുക്കും പ്രോജക്ട്സ് വന്നു കഴിഞ്ഞാൽ. സാർ ഇപ്പോൾ കുറേ ബ്രാൻഡ്സ് ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് സ്പെസിഫൈ ചെയ്ത്, അതിൽ കുറച്ച് എന്തൊക്കെയാണ് ബ്രാൻഡ്സ്, കുറച്ച് ഏതെങ്കിലും ഒന്ന് പറയാം? നമ്മളുടെ ക്ലാസ്സസ് വരുന്നത് ദുബായിലെ സിലിക്കോൺ ഓയസിസിൽ ഓറാന്ന് പറഞ്ഞിട്ട്, പിന്നെ കരാമയിലുണ്ട്, ഷാർജയിലുണ്ട്, പിന്നെ സൗദിയിൽ ഇപ്പോൾ നമ്മൾ കോബറിലൊരെണ്ണം ഓപ്പൺ ചെയ്യുന്നുണ്ട്, പിന്നെ റിയാദ്, കോബർ, ജിദ്ദ 3 സ്ഥലത്ത് ഓപ്പൺ ചെയ്യാൻ നമ്മൾ പ്ലാൻ. ഇപ്പോൾ റിയാദിലെ വർക്ക് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, റിയാദിൽ നമ്മുടെ പുതിയ സ്റ്റുഡിയോ. പിന്നെ ബഹ്റൈനിൽ ഇപ്പം നമ്മൾ ഉമലസത്തായിരുന്നു ക്ലാസ്. ഇപ്പം ഇവിടെ ഫുള്ളായിട്ട് ഒരു ആർട്ട് സെൻ്ററായിട്ട് അക്കാഡമി ഓഫ് ആർട്സ്, ഓറിയൻസ് അക്കാഡമി ഓഫ് ആർട്സ്, അതായത് ഡാൻസ് മാത്രമല്ല ബാക്കിയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് അതർ ആക്ടിവിറ്റീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് പുതിയത്. സർ, നിങ്ങളുടെ ഒരു ബിസി സ്കെഡ്യൂൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മെയിൻ സപ്പോർട്ട് ഫാമിലി സൈഡിൽ നിന്ന് ആരാണ്? ഫാമിലി സൈഡിൽ നിന്ന് നല്ല സപ്പോർട്ടാണ്. ഫാമിലിൻ്റെ വൈഫ്, ഈവൻ നമ്മൾ ബിഗിനിങ് എൻ്റെ ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് അവളുടെ ഫാമിലിയിൽ നിറയെ എതിർപ്പുണ്ടായിരുന്നു. കാരണം എൻ്റെ പ്രൊഫഷൻ ഡാൻസർ അല്ലേ, കാരണം ബാക്കിയുള്ള ഒരു ജോലി പോലെ അല്ലല്ലോ. ആ ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് എതിർപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഈ പ്രൊഫഷൻ ഉള്ളതുകൊണ്ട്. പക്ഷേ ആ സമയത്ത് അവൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു.
അവളുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ് എനിക്കിത് ആ ടൈമും കാര്യങ്ങളും എൻ്റെ ഒരു ഇപ്പം ന്യൂ ആയിട്ടൊരു ബിസിനസ് ഞാൻ ബഹ്റൈനിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ദുബായിൽ ഓപ്പൺ ചെയ്യുമ്പോഴും നമുക്ക് ഫാമിലി സൈഡിൽ നിന്ന് സപ്പോർട്ട് വളരെ കുറവാണ്. കാരണം അവളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ്, ഫാമിലിൻ്റെ വൈഫിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കാൻ വലിയൊരു സപ്പോർട്ടായിരുന്നു. പിന്നെ ക്ലാസ്സിൻ്റെ ടൈമിങ്, ഇവൻറ്റ്സെല്ലാം അധികം ഈവനിങ്സിലുണ്ടാവുക, നൈറ്റ് ആയിരിക്കും ഷെഡ്യൂൾ, ലേറ്റ് നൈറ്റ് ആയിരിക്കും. ഈവൻ ഇപ്പോൾ നമ്മൾ സൗദിയൊക്കെ ഷോ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ചില 3 days 4 days സൗദി സ്റ്റേ ചെയ്യണം, അപ്പോഴേക്ക് ഒറ്റയ്ക്കായിരിക്കും. പക്ഷെ നല്ല ഫാമിലിയുടെ വൈഫിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും നല്ല സപ്പോർട്ടുണ്ട്. അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്കിത് ഈ ഒരു ജോലി ഏറ്റെടുക്കുന്ന സമയത്ത് പലരും ചോദിക്കില്ല ഹസ്ബൻഡ് എന്താ ജോലി, ഡാൻസ് ഒരു ജോലിയാണോ? അതെ, പണ്ട് ആളുകളുടെ കോമൺ ആയിട്ട് ഇതൊരു ജോലിയാണോ, ഇത് വെച്ചിട്ട് നിങ്ങളുടെ ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകും, നീ എങ്ങനെ ജീവിക്കും, നിനക്കറിയോ നിൻ്റെ ഫ്യൂച്ചർ എന്താവും, ഈ ഒരു ലൈഫ് നിനക്ക് ഭയങ്കര വേസ്റ്റ് ആയിരിക്കും, മാക്സിമം നീ മാറണം എന്നൊക്കെ പറയുന്നത് വൈഫിന് ഒരുപാട് പ്രശ്നമായിരുന്നു. പക്ഷേ അവൾ എന്നെ ട്രസ്റ്റ് ചെയ്തു. ആ ട്രസ്റ്റ് കൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു സക്സസ് ആയിട്ട് ഇത്രയും സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അതിലൊരു 100% അവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ലൈഫ്. സർ, അപ്പം നിങ്ങളുടെ ഫാമിലിയിലോ നെക്സ്റ്റ് ആരാണ് ഡാൻസിൽ ഇൻട്രസ്റ്റ് ഉണ്ട്? ഡാൻസ് എൻ്റെ മോള് റെമിൽ സാറാണ് പഠിപ്പിക്കുന്നത്. എൻ്റെ മോള് സിയ മെഹർ എന്ന മോളുടെ പേര്. നന്നായിട്ട് ഇപ്പം സാറിൻ്റെ അണ്ടറിൽ ഇപ്പോൾ ഒരു 2 years ആയി. കോമ്പറ്റീഷൻസിലെല്ലാം ഉണ്ടായിരുന്നു, കോമ്പറ്റീഷൻ പ്രൈസ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവൾ നന്നായിട്ട് ഡാൻസും കാര്യങ്ങളും ഫോളോ ചെയ്യും, അതൊരു സന്തോഷം. പിന്നെ എല്ലാവരും പറയുമല്ലോ നോർമലി അച്ഛൻ്റെ മോള് ഡാൻസർ ആയിരിക്കുമല്ലോ ഓട്ടോമാറ്റിക്കലി, അതുപോലെ ബ്ലഡിൽ കാണും. ഷീ ഈസ് ഡാൻസിങ് റിയലി ഗുഡ്. ഐ ആം ഹാപ്പി ഫോർ ഹർ. ഞങ്ങളുടെ ബെസ്റ്റ് വിഷസ് ആണ് മോൾക്കും. സർ, ഇത്ര നേരം ഞങ്ങൾക്ക് നിങ്ങളുടെ ടൈം സ്പെയർ ചെയ്ത് ഞങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിന് നല്ലതായിട്ട് ആൻസർ ചെയ്യുന്നത് വളരെ താങ്ക്സ് ആണ് സർ. ഈ ഒരു സ്റ്റുഡിയോ ഇല്ലാതെ ഇനി നെക്സ്റ്റ് ഫ്യൂച്ചർ പ്രോജക്ട്സ് ആയിട്ട് കുറേ നിങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഇനി കൂടുതലായിട്ട് വലിയ ഒരു പ്രോജക്ട്സ് വരാനും ഞങ്ങളുടെ ബെസ്റ്റ് വിഷസ് ആണ് സർ. താങ്ക് യു സോ മച്ച്. താങ്ക്സ്.